ഇതിനു മുമ്പ് പാട്ടൊന്നും പാടിയിട്ടില്ലല്ലോ, പടത്തിൽ വേറൊന്നും പാടിയിട്ടൊന്നുമില്ലല്ലോ, ഫസ്റ്റ് ടൈം ഉണ്ട്. എനിക്ക് കിട്ടി മിഠായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പാട്ടൊക്കെ പാടി. ഇപ്പൊ ഫസ്റ്റ് ടൈം പാട്ട് പാടിയപ്പോ ഇനി പാടുന്നുണ്ടോ? ഇനി എങ്ങനെ പടത്തിലേക്ക് കണ്ടിന്യൂസ്? അയ്യോ, അങ്ങനെ പാട്ടുകാരനൊന്നുമില്ല. ഞാനത് ബൈ ചാൻസ് വന്നപ്പോൾ ഇങ്ങനെ പാടി നോക്കാം. പിച്ച് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര പിച്ചിലായിരുന്നു. പിന്നെ അത് എന്തെങ്കിലും ഒന്ന് പാടാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ പാട്ട് റെസ്റ്റ് ചെയ്ത് വോയിസ് സ്ട്രെസ് ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് പാടി. ഓക്കെ, ഇതിപ്പോൾ ഈ കളി ടൈമിന് റിലീസാവും. ഇപ്പം എന്നാ റിലീസാകും? ഉടനെ റിലീസ് ചെയ്തിട്ട് പറഞ്ഞു, ഉടനെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, താങ്ക്സ്. ചേട്ടനോട് ഇതേപോലെ ചോദിച്ചു പറഞ്ഞു, ചേട്ടനെ കാണാറില്ല എന്ന് പറഞ്ഞു. ഞാൻ എല്ലാം കാണാറില്ല, ഇടയ്ക്കാണ്. ഇപ്പോൾ അർജന്റീന തന്നെയാണോ? അർജന്റീന പോയില്ലേ? ആരാ പോയത്? ബ്രസീലും പോർച്ചുഗലും. അപ്പൊ മനസ്സിലായില്ല, ഞാൻ എല്ലാ കളിയും കാണാറില്ല. ഒന്നും കാണാൻ സമയം കിട്ടില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രസീൽ ഔട്ടായി അല്ലേ? ബ്രസീലും പോർച്ചുഗലും ഔട്ടായി. അർജന്റീനയും പിന്നെ അതിലും കൂടെ കളിച്ചപ്പോ ലാസ്റ്റ് കളിച്ചത് ഈജിപ്റ്റ്. നല്ല കളിയായിരുന്നു. ഇപ്പോ ഇനി വരാനുള്ള വലിയൊരു പ്രൊജക്റ്റിനെ കുറിച്ച് ചോദിക്കാം. ടിക്കിടാക്കയുടെ എന്താണ് പറയാൻ പറ്റുന്നത്? ഷൂട്ടിംഗ് കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്റെ കഴിഞ്ഞു. ഇനി അതെന്തോ ഒരു 1 വീക്ക് എന്തോ കുറച്ചും കൂടി ഉണ്ട് പാച്ച് കപ്പ്. എനിക്കില്ല, എന്റെ കഴിഞ്ഞു. എന്റെ അഭ്യതാണ്. ഇത് വലിയൊരു ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇന്റർവ്യൂവിൽ പറയണ കേട്ട്. എന്തായാലും പറയാൻ പറ്റുന്നത്? കുറേ ഫൈറ്റ് ഉണ്ട്. ഞാനൊരു ഫൈറ്റ്, ഞാൻ 2 ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, എങ്ങനെയുണ്ടായിരുന്നു ഫൈറ്റ് ചെയ്ത എക്സ്പീരിയൻസ്? ഇപ്പൊ ഫൈറ്റ് പണ്ടും ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോഴും ചെയ്യും. ഇപ്പൊ പുതിയ തലമുറയുടെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോ എങ്ങനെയുണ്ടായിരുന്നു? തലമുറ ആരാണെങ്കിൽ ഇപ്പൊ എന്താണ്, നമ്മൾ ഫൈറ്റ് ചെയ്യും. നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യും. പിന്നല്ല, നമ്മളെല്ലാം ചെയ്യണമല്ലോ. എത്ര ദിവസം ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? കുറേ ദിവസം ഉണ്ടായിരുന്നു. കാരണം അതിന്റെ കുറച്ച് ഡേറ്റ്സിന്റെ പ്രശ്നം വന്നപ്പോ അതനുസരിച്ച് നമ്മൾ നിന്ന് അത് ചെയ്യുന്നതല്ലേ. ഇത് കൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യണം, ചെയ്തു കൊടുക്കണം, പാട് ചെയ്ത് തീർക്കും. കൊറേ താരങ്ങളുണ്ട്, ആസിഫ് അലി ഉണ്ട്, നസ്ലിനുണ്ട്, ലുക്മാൻ. അതൊന്നുമല്ല, കുറേ ഉണ്ട്. പൃഥ്വിരാജ് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം കുറെ കേട്ടു, എനിക്ക് അറിയില്ല. പൃഥ്വിരാജ്, കല്യാണി പ്രിയദർശൻ, അങ്ങനെയൊക്കെ ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ടെന്നൊക്കെ കേൾക്കും. പക്ഷെ ഞാൻ കോമ്പിനേഷൻ ഒന്നുമില്ല, എനിക്കത് സത്യമായിട്ടൊന്നും അറിയില്ല. നസ്ലിനായിട്ട് കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, ലുക്മാനായിട്ട് ഇല്ല, അവരൊക്കെ ഉണ്ട്. ഇപ്പൊ അവരായിട്ട് കോമ്പിനേഷൻ. ഞാൻ ആസിഫ് അലി ആയിട്ടാണ്, ആസിഫ് ഞാനായിട്ട് കോമ്പിനേഷൻ. പിന്നെ ക്ലൈമാക്സിൽ കുറച്ച് പുതിയ ആർട്ടിസ്റ്റ് എനിക്ക് പരിചയമില്ല.